ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് രാവിലെ ഞാൻ ഒരു അതിശയിപ്പിക്കുന്നൊരു ന്യൂസ് കണ്ടു. അതിനെക്കുറിച്ച് കുറച്ച് പറയാനാണ് ഞാനിവിടെ ഇപ്പം വന്നിട്ടുള്ളത്. അതായത് ആ ഒരു ന്യൂസ് എന്താണെന്ന് ഏതോ വിവരദോഷിയായിട്ടുള്ള ഒരു ടീച്ചറാണ് ഈ ഒരു ന്യൂസിന് കാരണം. നിങ്ങൾ എന്തായാലും ആ ഒരു ന്യൂസ് ഒന്ന് കണ്ടു നോക്കൂ. സ്കൂളിലെ ഓണാഘോഷത്തിന് ഇസ്ലാം മതത്തിൽപ്പെട്ട കുട്ടികളെ പങ്കെടുപ്പിക്കരുത് എന്ന അധ്യാപിക രക്ഷിതാക്കൾക്ക് അയച്ച വാട്സ്ആപ്പ് സന്ദേശം. ഓണം എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥരുടെ ആചാരമാണല്ലോ അല്ലേ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് കണ്ടില്ലേ, നമ്മൾ എന്താണ് ചെറുപ്പത്തിൽ പഠിക്കുന്നത്? മാതാപിതാ ഗുരു ദൈവം എന്നാണ് നമ്മൾ പഠിക്കാറുള്ളത്. മാതാവും പിതാവും കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീണ്ടും നേർവഴിക്ക് നല്ലത് പറഞ്ഞ് നടത്തുന്ന ഒരാളാണ് അധ്യാപിക. ആ ഒരു അധ്യാപിക കഴിഞ്ഞിട്ടാണ് ദൈവത്തിന് പോലും സ്ഥാനമുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മാതാപിതാ ഗുരു ദൈവം എന്നാണ് നമ്മൾ കരുതേണ്ടത് എന്ന്. ആ ഒരു അധ്യാപിക തന്നെ കുട്ടികളുടെ ഉള്ളിൽ ഇങ്ങനെയുള്ള ജാതിയുടെ പേരിൽ വിഷം നിറയ്ക്കുകയാണെങ്കിൽ എന്താണ് പിന്നെ മുന്നോട്ട് ചെയ്യാൻ പറ്റുക? അതായത് ഒരു കുട്ടി പിറന്നു കഴിഞ്ഞ് 3-3.5 വയസ്സ് വരെ അവൻ വീട്ടിലാണ് വളരുന്നത്. അവനോ അവളോ ആയിക്കോട്ടെ, വീട്ടിലാണ് വളരുന്നത്. പിന്നെ ഈ ഒരു കുട്ടി ഒരു സോഷ്യൽ ആനിമൽ ആയിട്ട് മാറുന്നത്, അതായത് ഒരു സാമൂഹിക ജീവിയായിട്ട് മാറുന്നത് 15-16 വർഷത്തോളമുള്ള സ്കൂൾ ജീവിതത്തിൽ തുടർന്നാണ്. ഈ ഒരു സ്കൂൾ ജീവിതത്തിൽ അവൻ എന്തൊക്കെയാണ് പുറമേ പെരുമാറേണ്ടത്, എങ്ങനെയായിരിക്കണം സോഷ്യലി ഒരു ബിഹേവിയർ എങ്ങനെയായിരിക്കണം, സോഷ്യലി എങ്ങനെയാണ് ഒരു നല്ല വ്യക്തിയാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ മിക്കവാറും കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മളെ അധ്യാപികമാരാണ്, അല്ലെങ്കിൽ അധ്യാപകന്മാരാണ്. അപ്പം അവർ തന്നെ ഇങ്ങനെ മിസ്റ്റേക്ക് ചെയ്യാണ്. കുട്ടികളുടെ ഉള്ളിൽ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വിഷം നിറയ്ക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ മുന്നോട്ട് വരുന്ന പുതുതലമുറയുടെ അവസ്ഥ എന്തായിരിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇത്രയും വിവരമില്ലാത്ത ആൾക്കാരെയാണോ ഇവിടെ ടീച്ചറായിട്ട് എടുത്തു വച്ചിരിക്കുന്നത്? ഇവരെ ഇവിടെ ടീച്ചറായിട്ട് ഈ ഒരു അധ്യാപികയെ ഇവിടെ ഒരു അധ്യാപനത്തിന് വേണ്ടിയിട്ട് നിയമിക്കാനുള്ള യാതൊരു ഗുണങ്ങളും ഈ ഒരു അധ്യാപികയ്ക്കില്ല. ഇവരെ ഇത്രയും പെട്ടെന്ന് പിരിച്ചു വിടുകയാണ് ചെയ്യേണ്ടത്. ആ ഒരു രക്ഷിതാക്കളെല്ലാം, ആ ഒരു സ്കൂളിലെ രക്ഷിതാക്കളെല്ലാം ഇവർക്കെതിരെ പ്രതികരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് ഓണം എന്ന് പറയുന്നത് ഹിന്ദു മതാചാരപ്രകാരമുള്ള ഒരു ആഘോഷമല്ല. ഹിന്ദു മതസ്ഥർ മാത്രം ആഘോഷിക്കേണ്ട ഒരു പരിപാടി അല്ല ഓണം എന്ന് പറയണത്. ജാതി മതഭേദമന്യേ കേരളത്തിലെ എല്ലാ ആളുകളും ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് ഓണം എന്ന് പറയണത്. അതായത് ഇതൊരു റിലീജിയസ് പ്രോഗ്രാം അല്ല, ഇതൊരു കൾച്ചറൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഓണം എന്ന് പറയണത്. സോ ഇവിടെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഇവരിങ്ങനെ കുട്ടികളുടെ ഉള്ളിലേക്ക് ഓണം, അതായത് നമ്മൾ മുസ്ലിങ്ങളാണ്, നമുക്കിതിൻ്റെ ആവശ്യമില്ല, ഹിന്ദുക്കളുടെ ഒരു ആചാരമാണ് ഓണം എന്നൊക്കെ പറയണത് ശുദ്ധ മണ്ടത്തരാണ്. അതായത് നമുക്കിത് മണ്ടത്തരമായിട്ട് തോന്നുമെങ്കിലും, നമ്മൾക്ക് അറിവുള്ളവർക്ക് ഇത് മണ്ടത്തരമായിട്ട് തോന്നുമെങ്കിലും, അറിവില്ലാത്ത ഈ കുട്ടികൾ എന്താണ് വിചാരിക്കുക? യെസ്, എൻ്റെ ടീച്ചർ ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് നമ്മൾ ഹിന്ദുക്കളുടെ ഒരു ആഘോഷങ്ങളും ആഘോഷിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ മുസ്ലിങ്ങളാണ്, നമുക്ക് മുസ്ലിങ്ങളുടെ ആഘോഷങ്ങൾ മാത്രം മുറുകെ പിടിച്ചാൽ മതി. അവരുടെ മനസ്സിൽ ജാതി കുത്തി നിറയ്ക്കുകയാണ്, ജാതിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കുത്തി നിറയ്ക്കുകയാണ്. അപ്പം ഇനി ഈ ഒരു വരും തലമുറയെല്ലാം മുന്നോട്ട് പോകുമ്പോൾ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഭയങ്കര അടിയും ബഹളവും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകണം എന്നാണ് ഈ ഒരു അധ്യാപികയും കൂട്ടരും തീരുമാനിച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു വാർത്തെടുക്കലാണ് ഇവരിവിടെ കുട്ടികളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഇവർക്കെതിരെ നടപടി എടുക്കുക തന്നെ വേണം. കാരണം സമൂഹത്തിലെ കുട്ടികളെ ഇങ്ങനെയാണ് അവർ മുന്നോട്ട് കൊണ്ടുവരുന്നതെങ്കിൽ അത് ഒരിക്കലും ഒരു നല്ല ജനതയല്ല ഇവർ വാർത്തെടുക്കുന്നത്. സോ ഇവരുടെ എതിരെ ആക്ഷൻ എടുക്കുകയാണ് വേണ്ടത്. ഇപ്പം ജാസ്മിൻ ജാഫറിന്റെ കാര്യം വന്നപ്പം ഗുരുവായൂർ അമ്പലനടയിൽ ജാസ്മിൻ ജാഫർ കയറിയതിനെതിരെ അവർ നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് മുന്നേ ഇവരുടെ ഈ ഒരു അധ്യാപകരുടെ പേരിൽ വേണം നടപടി എടുക്കാനായിട്ട്. കാരണം ഇങ്ങനത്തെ അധ്യാപകരൊന്നും സമൂഹത്തിന് ആവശ്യമില്ല. ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ എന്തിനാണ് അധ്യാപനത്തിന് വേണ്ടി നിയമിച്ചിരിക്കുന്നത്? വളരെ പുച്ഛം മാത്രമാണ് ഇവരോട് തോന്നുന്നത്. കാരണം ഇങ്ങനെയൊക്കെ മതത്തിൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ പാടുണ്ടോ? നമ്മൾ അങ്ങനെയൊക്കെയാണോ വളർന്നു വന്നിട്ടുള്ളത്? നമ്മുടെ സാഹചര്യങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നോ? നമ്മളെല്ലാം എല്ലാ മതസ്ഥരും എല്ലാവരുടെയും ആഘോഷങ്ങളും ആഘോഷിച്ച് മുന്നോട്ട് പോകണം എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതും എന്നൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളതും. അപ്പം ഇന്നത്തെ തലമുറ അതുപോലെ വരണം എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കേണ്ടത്? അതായത് സാഹോദര്യ സ്നേഹം എല്ലാവരിലും വളർത്തിക്കൊണ്ടുവരികയല്ലേ ചെയ്യേണ്ടത്?
എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പം ഇതൊക്കെയാണ് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പം എൻ്റെ ചാനൽ ഇതുവരെ കാണാത്ത ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് കയറി നോക്കിയിട്ട് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ.